ഹായ് ഫ്രണ്ട്സ്, കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പോയപ്പം മുറിച്ച് വെച്ച കഷ്ണം കൊണ്ട് ആൾക്കാർ പോയി. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ പറയാം. നമ്മൾ അടികട്ടിയുള്ള പാത്രം, ചായപാത്രം മതി. അതിലേക്ക് 1/3 കപ്പിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് സൈഡിലൊക്കെ ഒന്ന് ചൂടായിട്ട് വരും. ഉണ്ടോ, ചെറിയ പുകയൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിലാവും. തീ ഒന്ന് മീഡിയത്തിലേക്ക് വയ്ക്കുക. കുറച്ച് നേരം ഇളക്കി കൊടുക്കുമ്പോൾ ഈ ഒരു കളറിൽ വരും. ഒത്തിരി അങ്ങ് കറുപ്പ് കളറാവാൻ നിൽക്കണ്ട. അതിലേക്ക് 1/4 കപ്പ് നല്ല ചൂടുവെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. മുഖത്തേക്കൊന്നും തെറിക്കുകയൊന്നും ചെയ്യരുത്. അതൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ ഈ ഒരു രൂപം കിട്ടും. എല്ലാവർക്കും അറിയാലോ കാരമലൈസ് ചെയ്യുന്നത്. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ പൗഡറുകളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു അരിപ്പ പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/8 സ്പൂൺ സോൾട്ട്. പിന്നെ ഇത് നമ്മുടെ 3 ഏലക്ക, 3 ഗ്രാമ്പൂ, 1 ഇഞ്ച് കറുവാപ്പട്ട, ഒരു ചെറിയ കഷ്ണം ജാതിക്ക കുരു, എല്ലാം കുറച്ച് പഞ്ചസാരയും ചേർത്ത് പൊടിച്ച് എടുത്താണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ അരിപ്പയിൽ വെച്ചിങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ പൊടികളും നന്നായിട്ട് മിക്സ് ആയിക്കോളും. ഒന്നുകൂടി നമുക്ക് സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ പൊടികളും ഒരേപോലെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഇത് നമ്മൾ ഇന്നലെയല്ല മിനിഞ്ഞാന്ന് സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അതാട്ടോ. നന്നായിട്ട് നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ആ മുന്തിരിയൊക്കെ എല്ലാം നന്നായിട്ട് ഇങ്ങനെ വീർത്തിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സാണ് വേണ്ടത്. എങ്കിലേ ഒരു എല്ലായിടത്തും നല്ല ഹെവി ആയിട്ട് റിച്ചായിട്ട് ഫ്രൂട്ട്സ് ഇങ്ങനെ സ്പ്രെഡായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് വേണം. അതിലെ ആ വെള്ളം കുറച്ചൊന്നിങ്ങനെ നീക്കി കളയണ്ട. നമുക്ക് ഈ വെള്ളം ആവശ്യമുണ്ട്. അതോട്ടിരിക്കട്ടെ. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഒരു 1/4 കപ്പ് കശുവണ്ടി പരിപ്പ് ഇതുപോലെ മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ചേർത്തതെല്ലാം സോക്ക് ചെയ്ത് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാകുമ്പം ഇങ്ങനെ കൂടി ചേർക്കുമ്പം ഒന്ന് കടിക്കാൻ കിട്ടും നമ്മൾ കഴിക്കുന്ന സമയത്ത്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഓറഞ്ചിൻ്റെ പുറം തൊലി മാത്രം ആ ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താണ്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പൗഡറില്ലേ, അതിൽ നിന്ന് ഒരു 1.5 ടേബിൾ സ്പൂൺ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഈ ഡ്രൈ ഫ്രൂട്ട്സ് ബേക്ക് ചെയ്യുന്ന സമയത്ത് എവിടെയും കട്ട പിടിച്ച് കിടക്കില്ല. ഇവിടെയൊക്കെ ആയിട്ടിങ്ങനെ കിടന്നോളും. ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്ത സമയത്ത് കേക്ക് ഇങ്ങനെ നന്നായിട്ടിങ്ങനെ ഫ്ലഫി ആയിട്ട് വരുമല്ലോ. അപ്പം ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും. ഇനി നമുക്ക് വെറ്റ് മിക്സ് ഉണ്ടാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട എടുക്കുക. അതിലേക്ക് 100 ഗ്രാം ബട്ടർ, അൺസാൾട്ടഡ് ബട്ടർ മെൽറ്റ് ചെയ്തെടുത്താണ്. പിന്നെ 1/2 കപ്പ് പഞ്ചസാര അതിലേക്ക് ചേർത്തു. 1 ടീസ്പൂൺ വാനില എസൻസ് അതിലേക്ക് ചേർത്തു. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അതിലേക്ക് നമ്മൾ ആദ്യം കാരമലൈസ് ചെയ്ത് വെച്ചില്ലേ, 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കാരമലൈസ് ചെയ്ത് വെച്ചില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി കാരമലൈസ്ഡ് ഷുഗർ ചേർക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ല ഉണങ്ങിയ പാത്രത്തിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ പൗഡർ കോട്ടിങ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫ്രൂട്ട്സ് കുറച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എവിടെയും കട്ട പിടിച്ച് കിടക്കാതെ നന്നായിട്ട് ഇതിങ്ങനെ
സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. പ്ലം കേക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ആ അളവും എന്താ പറയുക കണക്കുമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൗഡറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ച് ചേർത്ത് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ബാക്കിയുള്ള പൊടിയും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു പ്ലം കേക്കിൻ്റെ ബാറ്റർ എപ്പോഴും ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും. സാധാരണ കേക്കിൻ്റെ പോലത്തെ ഒരു ദോശമാവ് കൺസിസ്റ്റൻസിയിലായിരിക്കില്ല ഉണ്ടാവുക. നന്നായിട്ടത് ഫോൾഡ് ചെയ്തെടുക്കാം. എവിടെയെങ്കിലും നമ്മുടെ മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, ആ വെളുത്ത പൊടി എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ കേക്കിൻ്റെ ടിന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ആ ടിന്നിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേ ഹൈറ്റിൽ ആവുന്ന രീതിയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ടൊന്ന് തട്ടി കൊടുക്കുക. എവിടെയെങ്കിലും ബബിൾസോ അല്ലെങ്കിൽ ഗ്യാപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് ഫില്ലായിക്കോളും. ഈ കേക്ക് നിങ്ങൾക്ക് നമ്മുടെ സ്റ്റൗവിൽ ഒരു ബിരിയാണി പോട്ട് പോലത്തെ ഒരു പാത്രം വെച്ചിട്ട് ചൂടാക്കി അതൊന്ന് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ അതിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇനി അവൻ സെറ്റപ്പ് ആണെങ്കിൽ അതിൽ 180 ഡിഗ്രി 10 മിനിറ്റ് ആദ്യം പ്രീഹീറ്റ് ചെയ്യുക. അതിനുശേഷം 170 ഡിഗ്രിയിൽ 1 മണിക്കൂർ ബേക്ക് ചെയ്തെടുക്കുക. അപ്പം ഞാനിപ്പം അവനിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടുക. ആ ചൂടോടെ തന്നെ കുറച്ച് ബട്ടർ ഇതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇപ്പോഴാണ് ഞാനതിൻ്റെ മോൾഡ് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ നല്ല കളറൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടില്ലേ? നല്ല മണമാണ് കേട്ടോ. നമുക്ക് വീട്ടിലൊക്കെ ഒരു എന്താ പറയുക ഒരു ക്രിസ്മസ് ഫീൽ വരും. ഈ കേക്കിൻ്റെയൊക്കെ ഒരു മണം വരുമ്പോൾ അല്ലേ? നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എങ്ങനെ വന്നിട്ടുണ്ടെന്ന് നോക്കാം. എല്ലായിടത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാ? ഹാപ്പി ക്രിസ്മസ് അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.